Hi friends, Assalamu alaikum. Welcome back to 5S menu. ഇന്ന് നമുക്കൊരു സമൂസ ഉണ്ടാക്കാം. ഇത് സോയ ചങ്ക് കൊണ്ടാണ് ഞാൻ ഇതിന്റെ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 2 മീഡിയം സൈസ് സവാള, 3-4 പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. പിന്നെ 1 കപ്പ് സോയ ചങ്ക് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം പിഴിഞ്ഞെടുത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചതാണ്. ഇതിന് വേണ്ട മസാലപ്പൊടി എന്തൊക്കെ നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ സമൂസ ഷീറ്റും. ഇനി നമുക്ക് ഈ സവാളിനെ ഇതിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായി പൊടിയായി അരിഞ്ഞാലും മതി. ഇതെല്ലാം ഇട്ടുമ്പോൾ നല്ല വൃത്തിയിലാകുന്നത് കാരണമാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. ഇനി നമുക്കിതിൽ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും ബാക്കിയുള്ള സവാളയും കൂടി ഒന്നുകൂടിയിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇതൊക്കെ ഇട്ട് നന്നായി വഴറ്റാം. നമുക്ക് ചിക്കൻ മസാലക്ക് പകരം ബീഫ് മസാല യൂസ് ചെയ്യാം. നന്നായി പച്ചമണം പോകുന്നതുവരെ നന്നായി വഴറ്റുക. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ച സോയ ചങ്കും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മസാല ഇപ്പോൾ നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു ബൗളിൽ 2 സ്പൂൺ മൈദ എടുത്ത് കുറച്ച് വെള്ളമായിട്ട് ഒന്നൊരു പേസ്റ്റ് ആക്കിയിട്ട് വെക്കാം. സമൂസ തോലെടുത്ത് ഇതുപോലെ നന്നായി മടക്കി അതിൻ്റെ ഉള്ളിലേക്ക് മസാല നിറച്ച് നല്ല ടൈറ്റായിട്ട് മസാല നിറക്കണം. ഇതുപോലെ ടൈറ്റായി ചുറ്റിയിട്ട് കുറച്ച് മൈദ കൂട്ടെടുത്തിട്ട് ഒട്ടിച്ചിട്ട് നമുക്കിത് റെഡിയാക്കാം. ഇതുപോലെ എല്ലാം ഓരോന്നും അതുപോലെ തന്നെ നന്നായി ടൈറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഉള്ളിൽ എണ്ണ കയറും. ഒട്ടിച്ചിട്ട് ഇതുപോലെ ഓരോന്നും നമുക്ക് തയ്യാറാക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് റെഡിയാക്കാം. കുറച്ച് ആവശ്യത്തിന് എടുത്ത് ബാക്കി ഒരു ബോക്സിലാക്കിയിട്ട് അടച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ ആവശ്യത്തിന് കഴിക്കുന്ന മുമ്പ് കുറച്ച് മുമ്പ് എടുത്തിട്ട് നമ്മൾ പുറത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. പാനിൽ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ കളറാവുന്നവരെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് മാറ്റിയെടുക്കാം. ഇത് നല്ല ടേസ്റ്റിയാണ്. ബീഫ് പോലെ തന്നെയാണ് ഇതിരിക്കൽ. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നോൺ വെജുകാർക്കും വെജുകാർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ്. ബാക്കിയുള്ള സമൂസയും കൂടി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സമൂസയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. താങ്ക് യു. ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു യമ്മി സമൂസയാണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനം എന്തോ മസാല, പിന്നെ സവാള, ഇതെന്താ പറയുക, പിന്നെ പച്ചമുളക്, നമുക്കിതൊരു സമൂസ ശിഷ് ഉണ്ടാക്കാം. പിന്നെ